രോഗിക്ക് മരുന്ന് കിട്ടും. എന്തിനാ മരുന്ന്? അല്ല, ഷുഗർ നോക്കുക, എനിക്ക് വളരെ കൂടുതലായിരുന്നു ഷുഗറേ, അതൊന്ന് കുറയ്ക്കണമല്ലോ, കുറച്ച് നിർത്താൻ മരുന്ന്. ഷുഗർ, പ്രമേഹം എന്ന് പറയുന്നത് ഷുഗർ കുറഞ്ഞാൽ അതുകൊണ്ട് രോഗിക്ക് എന്താ മെച്ചം? ഷുഗർ കുറച്ചു, മരുന്ന് കൊണ്ട് പ്രമേഹ രോഗിയുടെ ഷുഗർ 200-ൽ നിന്ന് 140-ഓ 120-ഓ ആക്കി നിറച്ചു. അതുകൊണ്ട് രോഗി രക്ഷപ്പെടുവോ? രോഗി രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല, പെടും. രോഗി കെണിയിൽപ്പെടും. പ്രമേഹം എന്ന് പറയുന്നത് ഷുഗർ കൂടി നിൽക്കുന്നു എന്നുള്ളത് ആ രോഗം കാരണം ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. ആ ലക്ഷണം മാറ്റിയുണ്ടായോ? പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ കാരണം, അടിസ്ഥാന കാരണം കരളിൻ്റെ ദൗർബല്യമാണ്. കരളാണ് ഷുഗർ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. കൂടിയാലെടുത്ത് ഗ്ലൈക്കോജനായിട്ട്, ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് ഗ്ലൈക്കോജനായിട്ട് എടുത്ത് പിടിക്കണം, ശേഖരിച്ചു വയ്ക്കണം. ശരീരത്തിൽ ഷുഗർ ഇല്ലാത്തപ്പോൾ അതിനെ തിരിച്ച് ഷുഗറായിട്ട്, ഗ്ലൂക്കോസായിട്ട് വിടണം. ആ രീതിയിൽ ഷുഗർ മാനേജ് ചെയ്യുന്നത് കരളാണ്. കരള് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച്, റിലീസ് ചെയ്യുന്നതനുസരിച്ച് പാൻക്രിയാസ് ഇൻസുലിൻ പുറപ്പെടുവിക്കണം. പാൻക്രിയാസ് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഷുഗർ ആരും പോലും ഇല്ലാതെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ നടക്കും, കോശങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. ആ ഷുഗർ കുറയ്ക്കുക 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 എന്നുള്ള കലാപരിപാടിയാണോ ചികിത്സ? അങ്ങനെയാണോ ചികിത്സിക്കേണ്ടത്? കരളിനെ ശക്തിപ്പെടുത്തണം, പാൻക്രിയാസിനെ ശക്തിപ്പെടുത്തണം, അതിനെ വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാവണം ചികിത്സ. അവിടെയാണ് പ്രകൃതി ചികിത്സ പ്രമേഹ ചികിത്സയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ 25, വാസ്തവത്തിൽ ഞാൻ വർമാജിയുടെ കൂടിയിട്ട് ഒരു 40-45ഓളം കൊല്ലങ്ങളാകുന്നു. ആ സമയത്ത് പ്രമേഹം മാറ്റിത്തരാമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. പ്രമേഹം മാറുന്ന രോഗമാണ് എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലത്താണ് വർമാജിയെല്ലാം പ്രമേഹം മാറുന്ന രോഗമാണ്. ആദ്യകാലത്ത് ഞങ്ങളുടെ നേരെ എന്തൊരു പരിഹാസമായിരുന്നു, സമൂഹത്തിന് മൊത്തം അവിശ്വാസമായിരുന്നു. ഇന്ന് നൂറുകണക്കിന് ആളുകളാണ് പ്രമേഹ മരുന്നുകൾ നിർത്തി നോർമലായി മുന്നോട്ട് പോകുന്നത്. പ്രമേഹത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് എന്ത് എവിഡൻസ് ബേസ്ഡ് ആണ്? എന്താണ് നിങ്ങളുടെ എവിഡൻസ്? രോഗം മാറില്ല എന്ന് പറയുന്നതാണ് എവിഡൻസ്. BP കൂടി നിൽക്കുന്നതിന് നിങ്ങൾ ഗുളിക കൊടുക്കുന്നു BP നിയന്ത്രിക്കാൻ. ഹൃദയത്തെ നിയന്ത്രിക്ക്. എന്തിന് ഹൃദയം കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യുന്നു? രക്തത്തിൻ്റെ അശുദ്ധി മാറ്റ്. അപ്പോൾ തന്നെ പ്രമേഹം BP താഴേക്ക് വന്നോളും. ഒരു ശവാസനം, ഒന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു അവസരം മനുഷ്യന് കൊടുത്താൽ, ഈ ആധുനിക നാഗരികത എന്ന് കൽപ്പറ്റ മാഷ് പറഞ്ഞ വാക്കിൻ്റെ പിന്നിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥങ്ങളുണ്ടല്ലോ. ആ ആധുനിക നാഗരികതയുടെ ഫലമായിട്ട് മനുഷ്യൻ്റെ തല ഇങ്ങനെ വിങ്ങുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുമായിരുന്നു ഞങ്ങളുടെ ജീവിതം. തൊഴിലെല്ലാം വീടിൻ്റെ ചുറ്റുമാണ്. പിന്നീടാണ് സ്കൂളിലേക്ക് വീടിൻ്റെ ആ ഒരു സംരക്ഷണ വലയം, ആ ഒരു ആവരണ വലയം ഭേദിച്ചു പോവേണ്ടതായി വന്നത്. അങ്ങനെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ വലയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റില്ല എന്നായിട്ട് തൊഴിലിനു വേണ്ടി പുറത്തേക്ക് പോകേണ്ടി വന്നത്. എൻ്റെ ചെറുപ്പത്തിൽ പഠിക്കാൻ പള്ളിക്കൂടമുണ്ട്, അവിടെ പോകും, എല്ലാവരും വരും, നടന്നു പോവും വരും. ഇന്ന് പള്ളിക്കൂടം എത്രയോ ദൂരേക്ക് മാറിയിരിക്കുന്നു. ഏതെല്ലാം തരത്തിൽ പള്ളിക്കൂടങ്ങൾ മാറിയിരിക്കുന്നു. എത്ര ചെലവേറിയതായിരിക്കുന്നു പള്ളിക്കൂടത്തിലേക്ക് കുട്ടികളെ അയക്കുന്നത്. തൊഴിലിന് പോകുന്നതും ചെലവേറിയതായിരിക്കുന്നു. തൊഴിൽ ചെയ്താൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയും തൊഴിൽ മേഖലയിലേക്ക് എത്താൻ വേണ്ടി ചെലവഴിക്കേണ്ട ദുരവസ്ഥയാണ്. പണ്ട് വീടിൻ്റെ ആ സൈഡിലിരുന്ന് കൊല്ലൻ ഒരു വാക്കത്തി ഉണ്ടാക്കുമ്പോൾ ആ വാക്കത്തിക്ക് വേണ്ടി കിട്ടുന്ന കാശ് കൊല്ലനുള്ളതാണ്. പാല് മേടിക്കാൻ പാലുകാരിച്ചെടുത്തിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ പാലിന് കൊടുക്കുന്ന 50 പൈസ പാലുകാരിച്ചേടത്തിക്കും പശുവിനും ഉള്ളതാണ്. ഇന്ന് മിൽമ പാലിന് പോകുമ്പോൾ കൊടുക്കുന്ന 5 രൂപയിൽ 1 രൂപ പശുവിൻ്റെ MDക്കുള്ളതാണ്. വേറെ 50 പൈസ MDയുടെ PAക്കുള്ളതാണ്. മറ്റൊരു 25 പൈസ MDയുടെ കാർ ഡ്രൈവർക്കുള്ളതാണ്. മറ്റൊരു 25 പൈസ കാറിൻ്റെ പെട്രോളിനുള്ളതാണ്.
അവസാനം കർഷകന് പശുവിന് കിട്ടുന്നത് നക്കാപ്പിച്ച മാത്രമായിരിക്കും. ആധുനിക നാഗരികത വളർന്ന് സകല മേഖലകളെയും ചൂഷണത്തിൻ്റെ അടിമത്തത്തിൻ്റെ മേഖലയിലാക്കി. അതിലേറ്റവും ഭീകരമായ അടിമത്തമാണ് ഇന്ന് ആശുപത്രികളിലൂടെ, ആരോഗ്യ പുതിയ നിയമങ്ങളിലൂടെ, പുതിയ പകർച്ചവ്യാധി ഭീഷണികളിലൂടെ നമ്മളിൽ വന്നിട്ടുള്ളത്. ആ അടിമത്തത്തെ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ ഉണർന്നെഴുന്നേറ്റ് സ്വന്തം ശരീരത്തിൻ്റെ അവകാശം, സ്വന്തം ശരീരത്തിൻ്റെ അധികാരം തിരിച്ചു പിടിക്കാതെ അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വീടും പറമ്പും പിഴിഞ്ഞെടുത്ത കാശ് ഇപ്പം തന്നെ അങ്ങനെയല്ലേ? ഒരു ക്യാൻസർ ഒരു വീട്ടിൽ വന്നാൽ ആ വീട് തീർന്നു. ആ വീടിൻ്റെ സമ്പാദ്യങ്ങളും പറമ്പും പുരയിടവും പണയം വെച്ച് കീമോതെറാപ്പിയും റേഡിയേഷനും സർജറിയും എല്ലാം കഴിയുമ്പോഴേക്കും സിംഗിൾ ഫോട്ടോ ചോദിക്കും ആശുപത്രിക്കാർ.